Ahnung. Kijk eens maar of de video gelezen. De helft was net los. Genau. ലാൽകൃഷ്ണനാണ് നമ്മുടെ കൂടെയുള്ളത്. ലാൽ, ഇങ്ങനെ ഒരു വീഡിയോ ഒരു പക്ഷേ പല സന്ദർഭങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതായിരിക്കാം. എന്താണ് ഇത്ര കൗതുകം എന്ന് ചോദിച്ചാൽ അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൃദയസ്പർശിയായ ഒരു വീഡിയോ തന്നെയാണ്. പലപ്പോഴും നമുക്കിങ്ങനെ ആനക്കുട്ടി അതൊക്കെ കാണുന്നതിലുള്ളൊരു കൗതുകം ഉണ്ടാകും. മറ്റൊന്ന്, ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ കാണുമ്പോൾ പലപ്പോഴും നമ്മൾ മനുഷ്യർ തന്നെ മനുഷ്യരുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമല്ലേ. മനുഷ്യനായാലും മൃഗമായാലും തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ് എന്ന് പറയുമ്പോഴും മനുഷ്യരുടെ കൂട്ടേ അല്ല, കുഞ്ഞുങ്ങളെ കൈവിട്ട് പോയാൽ എപ്പോഴും ചേർത്ത് നിർത്തുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് ഈ ഒരു കാലത്ത് പല വിധത്തിലുള്ള അക്രമങ്ങളൊക്കെ കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിൽ മനുഷ്യർ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ടാൽ കമ്പയർ ചെയ്യുക തന്നെ ചെയ്യുമല്ലേ. പൂജ, നമുക്ക് ആന എപ്പോഴും ഭയങ്കര കൗതുകം ഉണ്ടാക്കുന്ന ഒരു ജീവിയാണ്. അതിപ്പോൾ കാട്ടാനയാണെങ്കിലും നാട്ടാനയാണെങ്കിലും. ഇപ്പോൾ കാട്ടാനയെ നമുക്ക് എല്ലാവർക്കും പേടിയുണ്ട്, നാട്ടാനേനെയും പേടിയുണ്ട്. ഉത്സവത്തിൻ്റെ പറമ്പിൽ ആന വന്ന് നിൽക്കുന്ന കണ്ടാലും നമുക്ക് സത്യത്തിൽ ആനയുടെ അടുത്ത് പോകാനോ തൊടാനൊക്കെ ചെറിയ ഭയമൊക്കെ ഉണ്ടാവും. എന്നാലും ആനയെ കാണാനൊക്കെ നമ്മൾ ഭയങ്കര ഇമ്പത്തോടു കൂടി പോകും. ഈ കാട്ടാനയെ കാണാനും അങ്ങനെ തന്നെയാണ്. കാട്ടാന വലിയ ദൂരത്ത് നിന്ന് കാണാനൊക്കെ നമുക്ക് വലിയ രസമൊക്കെയാണ്. തൊട്ടടുത്ത് ഈ ഓടി വരുന്ന കണ്ടാൽ ചങ്കരി തീ പോകുമെങ്കിലും കാട്ടാനെ പോകണ ഒരു ആനയെങ്കിലും കണ്ടാൽ മതിയായിരുന്നു എന്നാണ് നമ്മൾ പലപ്പോഴും പോകുമ്പോൾ പറയാം. ഇവിടുത്തെ കഥ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടായ്മയുടെ കഥ കൂടിയാണ്. അത് അമ്മ മകൻ സ്നേഹത്തിന് അപ്പുറത്തൊരു കൂട്ടായ്മയുടെ കഥ പറയുന്നുണ്ട്. ഈ ആനക്കൂട്ടത്തെ സാധാരണഗതിയിൽ ഒരു ലേഡി ആണ് നയിക്കുക. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രായം ചെന്ന പിടിയാന ആരാണോ ആ പിടിയാനയ്ക്കാണ് ആ ട്രൂപ്പിൻ്റെ മൊത്തത്തിലുള്ള ചാർജ്. അവിടെ ആണുങ്ങൾ വളരെ അപ്രസക്തരാണ്. ഈ പിടിയാനയുടെ നേതൃത്വത്തിൽ ഈ ആനകൾ മേഞ്ഞിടക്കിയാണ് സ്ഥിരം പതിവ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കുട്ടിയാന ഉണ്ടെങ്കിൽ ആ അമ്മയുടെ രണ്ട് കാലുകൾക്കിടയിലൂടെ ആയിരിക്കും കുട്ടിയാനയെ നടക്കാൻ പഠിപ്പിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ആന തീരെ കുഞ്ഞാണ്. ഇവർ വെള്ളം കുടിക്കാൻ വേണ്ടി പോകുന്നതാണ്. പക്ഷേ വെള്ളം കുടിക്കാൻ വേണ്ടി ചെല്ലുന്ന സ്ഥലത്ത് അതൊരു ചതുപ്പായിരുന്നു. അവിടെ നിന്ന് വേണ്ട രീതിയിലുള്ള വെള്ളം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് നിൽക്കുന്നതിനിടയിലാണ് ഈ കുട്ടിക്കുറുമ്പൻ ചാടി വെള്ളത്തിലേക്ക് പോകുന്നത്. പക്ഷേ പുള്ളി പ്രതീക്ഷ പോലെ ആയിരുന്നില്ല. നല്ല ചെളിയിലേക്ക് അത് വലിച്ചെടുക്കാൻ പോയി. സ്വാഭാവികമായിട്ടും അതിനൊരു കനം കൂടി ഉണ്ടല്ലോ, വെയിറ്റ് കൂടിയുണ്ട്. അപ്പം പെട്ടെന്ന് ഓടി കയറാം, മറ്റേ കരയിലൂടെ വേഗത്തിൽ സഞ്ചരിക്കുന്ന പോലെ അവൻ ചെളിയിൽ സഞ്ചരിക്കാൻ പറ്റാതായി കഴിഞ്ഞപ്പോഴേക്കും അവൻ താഴ്ന്നു വരുന്ന അവസ്ഥയിലേക്ക് എത്തി. അമ്മ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരാൾ കൊണ്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകൾ കൊണ്ടോ അത് പൂർത്തിയാവില്ല എന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കാം ആ കൂട്ടം ഒന്നടങ്കം ചേർന്നാണ് അവനെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവരുന്നത്. പുറത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം നടക്കുന്ന ഒരു നടത്തമുണ്ട്. ആ സമയത്ത് ഈ ദൃശ്യങ്ങളെടുത്ത് ഒരു ഹണിമൂണിന് പോയൊരു കപ്പിളാണ്. അവരുടെ ഒരു ചിരി നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കേൾക്കാം. അതേപോലെ ഒരു ചിരിയാണ് തീർച്ചയായിട്ടും നമുക്കും കാണുമ്പോൾ തോന്നുന്നത്.